എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, കേരള സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഈ മാസം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ എക്സാമിനേഷൻ സ്പെഷ്യൽ റിവിഷൻ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും കൺസെപ്റ്റും പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സമാനമായിട്ടുള്ള മറ്റു ചോദ്യങ്ങളും വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹിയർ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. നോക്കുക, സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആൽഫയും ബീറ്റയും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2x² - ax + b = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2α + 2β എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം ആദ്യം പഠിക്കണം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ദ്വിമാന സമവാക്യം നമ്മൾ മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യം എന്നൊക്കെ പറയും. ശരിയല്ലേ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ് എന്താണ്? ax² + bx + c = 0, a ≠ 0. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷനാണ്. സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു സാധനമാണിത്. നിങ്ങൾ സ്ഫടികം സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് തിലകൻ ആ പോലീസുകാരൻ്റെ മോനോട്, NF വർഗീസ് ചെയ്ത ക്യാരക്ടറിൻ്റെ മോനോട് ചോദിക്കുന്നത് ഈ ചോദ്യമാണ്: ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ പൊതുരൂപം എന്താണെന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ മോഹൻലാലിനോട് ചോദിക്കുമ്പോൾ, മോഹൻലാലിൻ്റെ ചെറുപ്പം അഭിനയിച്ച ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ അവൻ പറയില്ല. അതിനുശേഷം ബാലു എന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിക്കും, അല്ലേ, NF വർഗീസിൻ്റെ മോൻ. അപ്പം അവൻ ആൻസർ പറയും ax² + bx + c = 0, a സമമല്ല 0 എന്ന് പറയും. ശരിയല്ലേ? ആ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം ax² + bx + c = 0, a ≠ 0 എന്നതാണ്. a 0 ആയാലുള്ള പ്രശ്നം എന്താണ്? a 0 ആയിക്കഴിഞ്ഞാൽ ഈ ax² ടേം 0 ആയി പോകും. ബാക്കി bx + c ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ഇക്വേഷനായിട്ട് അത് മാറും. അപ്പോൾ അത് പറ്റില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് a ≠ 0 കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ജനറൽ ഫോം, അല്ലേ? ഇനി ഇതിൻ്റെ സൊല്യൂഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല എന്നുള്ള പേരിട്ട് വിളിക്കുക. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്? x = -b ± √b² - 4ac / 2a. അതിനകത്ത് ആ റൂട്ടിനുള്ളിൽ വരുന്ന ടേം b² - 4ac നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനൻറ്റ്. അതിനെ ക്യാപിറ്റൽ ലെറ്റർ d കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് b² - 4ac. ഓക്കെ, ആ ഡിസ്ക്രിമിനൻറ്റ് >0 ആണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റിയലും ഡിസ്റ്റിങ്ക്റ്റുമായിട്ടുള്ള, വ്യത്യസ്തവും റിയലുമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. ഈ ഡിസ്ക്രിമിനൻറ്റ് =0 ആണെങ്കിൽ രണ്ട് റൂട്ടുകൾ തുല്യമായിട്ടുള്ള, ഈക്വൽ ആയിട്ടുള്ള റൂട്ടുകളായിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ എന്താണ്? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ എന്താണ്? ഈക്വൽ റൂട്ട്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇനി ഈ ഡിസ്ക്രിമിനൻറ്റ് <0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എങ്ങനെയായിരിക്കും? ഡിസ്ക്രിമിനൻറ്റ് <0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കോംപ്ലക്സ് റൂട്ടുകളായിരിക്കും. ഓക്കെ, നമ്മൾ നോ റൂട്ട്സ് എന്നാണ് 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ +1 നമുക്ക് റൂട്ടായി, കോംപ്ലക്സ് റൂട്ടായി, അല്ലേ? d <0 കോംപ്ലക്സ് റൂട്ട്സ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടും എന്ന് നമുക്കറിയാം. ആ രണ്ട് റൂട്ടുകൾ ആൽഫയും ബീറ്റയായിട്ട് എടുക്കുന്നു. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദി റൂട്ട്സ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ടുകൾ കൂട്ടിയാൽ എന്ത് കിട്ടും? സം ഓഫ് റൂട്ട്സ് ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് -b/a ആണ്. b എന്ന് പറയുന്നത് എന്താ? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്. a എന്ന് പറയുന്നത് എന്താ? x² കോയിഫിഷ്യൻറ്റ്. c എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സം ഓഫ് റൂട്ട്സ് -b/a. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്, ഈ റൂട്ടുകൾ തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ × ബീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് c/a എന്നാണ് കിട്ടുക. c എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്,
എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നോക്ക്, എവറി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഫോം എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഇസ് ഈക്വൽ ടു 0. ഇത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. റൂട്ട്സ് തന്നിട്ട് ഇക്വേഷൻ എഴുതാനായിട്ട് ഈ ഐഡിയ ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഇസ് ഈക്വൽ ടു 0. ഇത് മനസ്സിലാക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണ്? നോക്കിക്കേ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ആണ് ജനറൽ ഫോം. ഇതിനെ മൊത്തത്തിൽ എ കൊണ്ട് കട്ട് ചെയ്താൽ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ ഇൻറ്റു എക്സ് പ്ലസ് സി ബൈ എ ഇസ് ഈക്വൽ ടു 0. പ്ലസ് ബി ബൈ എനെ മൈനസ് മൈനസ് ബി ബൈ എ എന്ന് എഴുതാം. എക്സ് പ്ലസ് സി ബൈ എ ഇസ് ഈക്വൽ ടു 0. രണ്ട് മൈനസ് ചേർന്ന പ്ലസ് ആവും. ഇനി മൈനസ് ബി ബൈ എ എന്താണെന്ന് നമുക്കറിയാം, സി ബൈ എ എന്താണെന്ന് അറിയാലോ. എക്സ് സ്ക്വയർ മൈനസ് മൈനസ് ബി ബൈ എ ആണ് സം ഓഫ് റൂട്ട്സ് അല്ലേ? റൂട്ടുകൾ കൂട്ടുന്നത് മൈനസ് ബി ബൈ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇൻറ്റു എക്സ് പ്ലസ് സി ബൈ എ ആണ് എന്ത്? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. റൂട്ടുകൾ ഗുണിക്കുന്നത് സി ബൈ എ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ആ ഐഡിയ കിട്ടുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ്, പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഒരു റൂട്ട് എ പ്ലസ് ഐ ബി ആണെങ്കിൽ തീർച്ചയായിട്ടും എ മൈനസ് ഐ ബിയും റൂട്ടായിരിക്കും. അതായത് ഒരു കോംപ്ലക്സ് റൂട്ടിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും റൂട്ട് തന്നെയായിരിക്കും. അഥവാ കോംപ്ലക്സ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് ഇങ്ങനെ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേർഡ്സിൽ ഇങ്ങനെ എഴുതാം, കോംപ്ലക്സ് റൂട്ട് എക്സിസ്റ്റ് ആസ് ഇൻ ദ ഫോം ഓഫ് കോൺജുഗേറ്റ് പെയേഴ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇഫ് എ പ്ലസ് ഐ ബി ഈസ് എ റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എ പ്ലസ് ഐ ബി എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടാണെങ്കിൽ എ മൈനസ് ഐ ബി ഓൾസോ എ റൂട്ടായിരിക്കും. എ മൈനസ് ഐ ബി ഈസ് ഓൾസോ എ റൂട്ടായിരിക്കും. ഓക്കെ, എ പ്ലസ് ഐ ബി ഒരു റൂട്ടാണെങ്കിൽ എ മൈനസ് ഐ ബിയും ഓൾസോ എന്തായിരിക്കും? റൂട്ടായിരിക്കും. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകണം. സ്റ്റാൻഡേർഡ് ഫോർമറ്റ്, ക്വാഡ്രാറ്റിക് ഫോർമുല, ഡിസ്ക്രിമിനൻറ്റ് റിലേറ്റഡ് കണ്ടീഷൻസ്, സം ഓഫ് റൂട്ട്സ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്, general representation of a quadratic equation in terms of sum of roots and product of roots, and the concepts related to complex roots of quadratic equations. ഓക്കെ, നമുക്ക് ഏറ്റവും പ്രാധാന്യാർഹിതമായി പഠിക്കാനുള്ള ടോപ്പിക്കാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളിത് പറയുന്നുണ്ട്. അതായത് ഒരു റൂട്ട് 1 ആണ് യൂണിറ്റിയുടെ, മറ്റൊരു റൂട്ട് -1 പ്ലസ് √3i/2, അതിനെയാണ് ഒമേഗ എന്ന് വിളിക്കുക. അടുത്ത റൂട്ട് -1 മൈനസ് √3i/2, അതിനെയാണ് ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കുക. ശരിയല്ലേ? സെക്കൻഡ് റൂട്ടിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് അല്ലേ രണ്ടാമത്തെ റൂട്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് റൂട്ട് ഉണ്ടോ അതിൻ്റെ കോൺജുഗേറ്റ് ഉറപ്പായിട്ടും എന്തായിട്ടുണ്ടാവും? റൂട്ടായിട്ടുണ്ടാവും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നോക്ക്, ആൽഫയും ബീറ്റയും അവർ തന്നിട്ടുള്ള ഈ ഇക്വേഷൻ്റെ 2x² - ax + b = 0 എന്ന ഇക്വേഷൻ്റെ റൂട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ 2 ആൽഫയും 2 ബീറ്റയും റൂട്ടുകളായിട്ട് വരുന്ന ഇക്വേഷൻ എന്താണെന്നാണ് ചോദ്യം. ശരിയല്ലേ? അപ്പോൾ നോക്കിക്കേ, ആൽഫയും ബീറ്റയും റൂട്ടുകളാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? -b/a. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്, ബിയുടെ സ്ഥാനത്ത് -a ആണ്, സിയുടെ സ്ഥാനത്ത് b ആണ്. -b/a എന്ന് പറയുമ്പോൾ -(-a/2), അതായത് a/2. ഓക്കെ, ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് c/a ആണ്. സിയുടെ സ്ഥാനത്ത് ഇവിടെ b ആണ്, എയുടെ സ്ഥാനത്ത് 2 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സം ഓഫ് റൂട്ട്സ് ആയി, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആയി. ഇനി നമുക്ക് എന്താണ്? 2 ആൽഫയും 2 ബീറ്റയും റൂട്ട്സ് ആയിട്ട് വരുന്ന ഇക്വേഷൻ ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദ്യം. ഒരു കാരണവശാലും ഓപ്ഷൻ എടുത്തിട്ട് ക്വാഡ്രാറ്റിക് ഫോർമുല ഒന്നും ചെയ്യാൻ പോകരുത്. ഒരുപാട് സമയവും പോയി കിട്ടും. അവസാനത്തെ ഓപ്ഷനൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യത്തെ എല്ലാം വെരിഫിക്കേഷൻ സമയം വെള്ളത്തിലാവും. ഓക്കെ, അവർ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ആലോചിക്കുക, റൂട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാം. ഓക്കെ, പലരും ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കും. ഒരിക്കലും അത് ചെയ്യരുത്. റൂട്ട്സ് കയ്യിലുണ്ടോ ഡയറക്ട്ലി വി ക്യാൻ റൈറ്റ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, എന്താണ് അതിൻ്റെ ഐഡിയ? x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ?
പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഇസ് ഈക്വൽ ടു 0. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഇസ് ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ ആണ്. അത് എന്താണെന്ന് അറിയാം. സോറി, നമുക്ക് വേണ്ട റൂട്ട്സ് 2 ആൽഫയും 2 ബീറ്റയാണ്, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ സം ഓഫ് റൂട്ടും പ്രോഡക്റ്റ് ഓഫ് റൂട്ടും ഒന്ന് എടുത്തോളൂ. നമുക്ക് വേണ്ട റൂട്ട്സ് 2 ആൽഫയും 2 ബീറ്റയാണ്. അപ്പോൾ അതിൻ്റെ സം ഓഫ് റൂട്ട്സ് 2 ആൽഫ പ്ലസ് 2 ബീറ്റയാണ് വരേണ്ടത്. അതായത് 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റയാണ് വരേണ്ടത്. 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ a/2 ആണ്. 2 കട്ട് ചെയ്താൽ a. അതായത് സം ഓഫ് റൂട്ട്സ് a വരും, ax വരും, പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് 2 ആൽഫ ഇൻറ്റു 2 ബീറ്റ, 2 ആൽഫ ഇൻറ്റു 2 ബീറ്റ, ശരിയല്ലേ? 2 ആൽഫ ഇൻറ്റു 2 ബീറ്റ എന്ന് പറഞ്ഞാൽ 4 ആൽഫ ബീറ്റ. 4 ഇൻറ്റു ആൽഫ ബീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? b/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 കട്ട് ചെയ്യാം, ആൻസർ എന്ത് വരും? 2b വരും. ശരിയാണല്ലോ, ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്ക്, എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ്. സം ഓഫ് റൂട്ട്സ് നമുക്ക് a കിട്ടി, ax പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ത് കിട്ടി? 2b കിട്ടി, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് ax പ്ലസ് 2b ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും, ശരിയല്ലേ? എക്സ് സ്ക്വയർ മൈനസ് ax പ്ലസ് 2b ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസാനത്തെ ഓപ്ഷൻ വരെ ചെയ്യേണ്ടി വരില്ലായിരുന്നോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, രണ്ടാമത്തെ ചോദ്യം നോക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺസെപ്റ്റ് പഠിച്ചു, നമ്മൾ കുറച്ച് ക്വാഡ്രാറ്റിക് ഫോർമുല റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ഈക്വൽ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇക്വേഷൻ ഇതാണ്, ax സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. റൂട്ട്സ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിമിനൻറ്റ് 0 ആവണം. അതായത് b സ്ക്വയർ മൈനസ് 4ac 0 ആവണം, ശരിയല്ലേ? ഇവിടെ a വാല്യൂ a തന്നെയാണ്, b വാല്യൂ 1 ആണ്, c വാല്യൂ b ആണ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്ക് വരെ a തന്നെ, സിക്ക് വരെ b ഇസ് ഈക്വൽ ടു 0. അതായത് 1 മൈനസ് 4ab ഇസ് ഈക്വൽ ടു 0, 4ab ഇസ് ഈക്വൽ ടു 1, ab ഇസ് ഈക്വൽ ടു 1/4. ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ വരും, ശരിയല്ലേ? ab ഇസ് ഈക്വൽ ടു 1/4 ആവണം, റൂട്ടുകൾ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വാട്ട് ഈസ് ദ സം ഓഫ് ദ സൊല്യൂഷൻസ് ഓഫ് ദ റൂട്ട്സ് ഓഫ് ഇക്വേഷൻ? ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ABC എഴുതാലോ. a വാല്യൂ 2 ആണ്, b വാല്യൂ -6 ആണ്, c വാല്യൂ -7 ആണ്. സം ഓഫ് റൂട്ട്സ് എന്താണെന്ന് അറിയാം. സം ഓഫ് റൂട്ട്സ് ഇസ് ഈക്വൽ ടു -b/a മൈനസ് ഓഫ് -6/2 ഇസ് ഈക്വൽ ടു 6/2 ഇസ് ഈക്വൽ ടു 3. ഓപ്ഷൻ സി 3 ആണ് ആൻസർ വരും. ഓക്കെ ആണേ. സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? -b/a, ബിയുടെ വാല്യൂ -6 ആണ്. അപ്പോൾ മൈനസ് ഓഫ് -6/2, 6/2, ആൻസർ എന്ത് വരും? 3 വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് a ഇസ് ഈക്വൽ ടു 0 ആർ ഇൻ ദ റേഷ്യോ 1:2, അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. ഈ ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ റേഷ്യോ 1:2 ആണെങ്കിൽ a എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് റൂട്ട്സ് എങ്ങനെ എടുക്കാം? 1:2 ആകുമ്പോൾ k 2k ആയിട്ട് എടുക്കാം. kയും 2kയും തമ്മിൽ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1:2 കിട്ടുമല്ലോ. ഇനി സം ഓഫ് റൂട്ട്സ് kയും 2kയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? -b/a കിട്ടണം. ഇവിടെ a വാല്യൂ 2 ആണ്, b വാല്യൂ -3 ആണ്, c വാല്യൂ a ആണ്, ശരിയല്ലേ? അപ്പോൾ സം ഓഫ് റൂട്ട്സ് k പ്ലസ് 2k എന്ന് പറയുന്നത് -b/a മൈനസ് ഓഫ് -3/2 ഇസ് ഈക്വൽ ടു 3/2. ഓക്കെ, kയും 2kയും കൂട്ടിയാൽ എന്താണ്? 3k ഇസ് ഈക്വൽ ടു 3/2. 3 കട്ട് ചെയ്താൽ എന്ത് കിട്ടും? k ഇസ് ഈക്വൽ ടു 1/2. k ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ kയുടെ വാല്യൂ കിട്ടി, ശരിയാണേ? 3k ഇസ് ഈക്വൽ ടു 3/2, k ഇസ് ഈക്വൽ ടു 1/2. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് k ഇൻറ്റു 2k ആണ്. ദാറ്റ്സ് ഈക്വൽ ടു c/a. c എന്ന് പറയുന്നത് a ആണ്, ബൈ a എന്ന് പറയുന്നത് 2 ആണ്, a/2. ഓക്കെ, അതായത് 2k സ്ക്വയർ ഇസ് ഈക്വൽ ടു a/2. 2 ഇൻറ്റു k സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2ൻ്റെ സ്ക്വയർ അല്ലേ? 1/4 ഇസ് ഈക്വൽ ടു a/2.
2ഉം 4ഉം കട്ട് ചെയ്താൽ 2 വരും, 2ഉം 2ഉം കട്ട് ചെയ്യാം. സോ എ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും ആൻസർ. ഓപ്ഷൻ ബി 1 ആണ് ആൻസർ കിട്ടുക. ശരിയല്ലേ? എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇനി 1 അല്ലേ ഉള്ളൂ. എ ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എയുടെ വാല്യൂ എടുക്കാനല്ലേ ചോദ്യം. ഓക്കെ, ഈ സം ഓഫ് ഫ്രൂട്ട് പ്രോഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ് കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 5ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു kx² plus 4x plus 4 such that alpha square plus beta square is equal to 24. Then find the positive value of k എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് kx² plus 4x plus 4. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? kx² plus 4x plus 4 എന്ന് പറഞ്ഞ പോളിനോമിയലാണ്. അപ്പോൾ ഇവിടെ എ ബി സി വാല്യൂസ് എടുക്കാം. എയുടെ വാല്യൂ k ആണ്, ബിയുടെ വാല്യൂ 4 ആണ്, സിയുടെ വാല്യൂ 4 ആണ്. ഓക്കെ, ദെൻ ഇവൻ്റെ സം ഓഫ് റൂട്ട് ആൽഫയും ബീറ്റയും ആണ് റൂട്ടുകൾ കൂട്ടിയാൽ ആൽഫ പ്ലസ് ബീറ്റ എടുത്താൽ -b/a കിട്ടണം. ഓക്കെ, -b/a എന്ന് പറഞ്ഞാൽ -4/k കിട്ടണം. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ഇൻറ്റു ബീറ്റ എടുത്താൽ c/a കിട്ടണം. c/a എന്ന് പറഞ്ഞാൽ 4/k കിട്ടണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ 24 പറയുന്നുണ്ട്. അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി. ആൽഫ പ്ലസ് ബീറ്റ -4/k നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. സോ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ k സ്ക്വയർ എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര? 24. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ 4/k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ k സ്ക്വയർ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്തെടുത്താൽ ആൻസറായി. മൊത്തത്തിൽ ഒരു k സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 24k സ്ക്വയർ പ്ലസ് 24 k ഇസ് ഈക്വൽ ടു 16 എന്ന് വരും. 8 കൊണ്ട് കട്ട് ചെയ്താൽ 3k സ്ക്വയർ പ്ലസ് k ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, 8 കൊണ്ട് കട്ട് ചെയ്താൽ സോ അതായത് 3k സ്ക്വയർ പ്ലസ് k -2 ഇസ് ഈക്വൽ ടു 0. k ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 - 4 ഇൻറ്റു 3 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 4 12 24 പ്ലസ് 1 25 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് 5 ഡിവൈഡഡ് ബൈ 6. 5/6 ആണ്. ദാറ്റ് ഈസ് എന്താണ്? -1 പ്ലസ് 5/6 വരും, -1 മൈനസ് 5/6 വരും. ഓക്കെ, സോ അതായത് 4/6 വരും, -6/6 വരും. കട്ട് ചെയ്താൽ 2/3 വരും, -1 വരും. ഇപ്പോൾ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, 2/3 -1. നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത് എന്താണ്? പോസിറ്റീവ് വാല്യൂ ഓഫ് k എന്നാണ് ആവശ്യപ്പെട്ടേക്കുന്നത്. പോസിറ്റീവ് വാല്യൂ എന്താണ്? 2/3. ശരിയല്ലേ? 2/3 അല്ലായിരുന്നു കിട്ടിയത്. പോസിറ്റീവ് വാല്യൂ ഓഫ് k എന്താണ്? 2/3. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് വേറെയും വഴികൾ സ്വീകരിക്കാം കേട്ടോ. ക്വാഡ്രാറ്റിക് ഫോർമുല തന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല. ഈ കാണുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ നോക്കാം. ഓപ്ഷൻ ഇന്ന് കൊടുത്ത് നോക്കാം. ഓപ്ഷനിൽ 2/3 ഉണ്ട്. ഇപ്പോൾ 2/3 കൊടുത്താൽ 3 ഇൻറ്റു 2/3യുടെ സ്ക്വയർ എന്താണ്? 4/9 പ്ലസ് 2/3 എടുത്താൽ 2 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഇത് കട്ട് ചെയ്താൽ 3 കിട്ടും. 4/3 പ്ലസ് 2/3 6/3. ആൻസർ എന്ത് വരും? 2 വരും. ശരിയല്ലേ? അങ്ങനെ വേണമെങ്കിൽ നോക്കാം. പക്ഷെ അത് 4ാമത്തെ ഓപ്ഷൻ ആയതുകൊണ്ട് ആദ്യത്തെ 3 നോക്കുന്ന സമയം പോയി കിട്ടും. അതിനേക്കാൾ സ്പീഡിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ചെയ്യാമെങ്കിൽ അത് ചെയ്യാം. ഇനി സമ്മൻ പ്രോഡക്റ്റ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പലരുടെയും ധാരണ ഈ k സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആകുമ്പോഴാണ് സമ്മാൻ പ്രോഡക്റ്റ് എടുക്കാമെന്നാണ്. 1 അല്ലെങ്കിലും സമ്മാൻ പ്രോഡക്റ്റ് എടുക്കാം. പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുന്നത് k സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റും തമ്മിലുള്ള പ്രോഡക്റ്റ് ആയിട്ട് എടുക്കണം എന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 3k സ്ക്വയർ പ്ലസ് k - 2 ഈക്വൽ ടു 0. 3k സ്ക്വയർ പ്ലസ് k - 2 ഈക്വൽ ടു 0. സം എന്ന് പറയുന്നത് kയുടെ കോയിഫിഷ്യൻറ്റ് 1. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം. k സ്ക്വയറിൻ്റെയും കോൺസ്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റ് എടുക്കണം. -6. ഇനി നമ്പേഴ്സ് ചൂസ് ചെയ്യണം. 2 3 -2 3. -2 3 കൂട്ടിയാൽ 1 കിട്ടും. -2 3 ഗുണിച്ചാൽ -6 കിട്ടും. ഈ നമ്പേഴ്സ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. 3k സ്ക്വയർ
മൈനസ് 2k പ്ലസ് 3k മൈനസ് 2 ഈക്വൽ ടു 0 അല്ലേ? ശരിയല്ലേ? 3k 2k കുറച്ചാൽ പ്ലസ് k കിട്ടും. ഇനി ഇവിടുന്ന് k പുറത്തെടുക്കാം. k ഇൻറ്റു 3k മൈനസ് 2 പ്ലസ് 3k മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. 3k മൈനസ് 2 പുറത്തെടുത്താൽ ബാക്കി k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് 3k മൈനസ് 2 ഇസ് ഈക്വൽ ടു 0യും കിട്ടും, k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0യും കിട്ടും. അവിടുന്ന് 3k ഇസ് ഈക്വൽ ടു 2ഉം കിട്ടും, k ഇസ് ഈക്വൽ ടു മൈനസ് 1ഉം കിട്ടും, k ഇസ് ഈക്വൽ ടു 2/3ഉം മൈനസ് 1ഉം ആൻസേഴ്സ് വരും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2/3 എടുക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ വ്യത്യസ്തമായ മെത്തേഡുകൾ കാണിച്ചു എന്നേ ഉള്ളൂ. അറിയുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഇതൊക്കെ. ഇന്ന കേസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചില കേസിലൊക്കെ നമുക്ക് ഈ ഒരു സമ്മാൻ പ്രോഡക്റ്റ് ഭയങ്കര ഗുണം ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ലിമിറ്റിലേക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പം ചിലപ്പോൾ എൽ ഹോസ്പിറ്റൽസ് എടുത്തിട്ട് വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന കേസാണെങ്കിൽ, എൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേഷൻ ആണല്ലോ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെറുതാവുന്ന ആൾക്കാരും ഉണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വലുതായി പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ചില കേസിലൊക്കെ ഫാക്ടറൈസ് ചെയ്ത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ആൻസറിലേക്ക് വരാം. അപ്പം ആ ഒരു കേസിലും നിങ്ങൾക്ക് യൂസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4, 5, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ -2 and 3. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, റൂട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്. എന്തെഴുതിയാൽ മതി? x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഇസ് ഈക്വൽ ടു 0. സോ x² മൈനസ് റൂട്ട്സ് കൂട്ടിക്കഴിഞ്ഞാൽ -2 + 3 ഇൻറ്റു എക്സ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് -2 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 0. സോ x² 3ന്ന് 2 കുറച്ച് 1 -x -6 ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക അല്ലേ? x² -x -6 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇനി അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ, ക്വാഡ്രാറ്റിക് ഫോർമുല റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കിലേക്ക് വരാം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, എത്രാമത്തെ ചോദ്യമായിടോ? 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ y is equal to e raised to x plus e raised to minus x by e raised to x minus e raised to minus x. ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എടുക്കാനാണ് ചോദ്യം. ഓക്കെ, ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനെ y-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓൾറെഡി y-യുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. ഇത് സോൾവ് ചെയ്ത് x എടുക്കണം. ഓക്കെ, ഇപ്പോൾ x പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കുന്നതുകൊണ്ട് x വരുന്ന ഒരു സിംഗിൾ ടേം രൂപീകരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ചെയ്യാൻ ഇവിടെ എളുപ്പമാണ്. y ഈക്വൽ ടു e raised to x plus e raised to minus x by e raised to x minus e raised to minus x ആണ്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുകളിലും താഴെ ഞാനൊരു e raised to x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇവിടെ ഞാനൊരു e raised to x ഗുണിച്ചു, ബാലൻസ് ചെയ്യാൻ താഴെയും ഗുണിച്ചു. താഴെ മുകളിൽ എന്ത് വരും? e raised to x e raised to x ഉം e raised to 2x വരും. e raised to minus x ഉം e raised to x ഉം 1 വരും. ശരിയല്ല? e raised to minus x into e raised to x എന്ന് പറഞ്ഞാൽ e raised to minus x plus x e raised to 0 1 ഉണ്ട് അല്ലേ? ഡിവൈഡഡ് ബൈ താഴെയും e raised to 2x -1 എന്ന് വരും. ഇനിയിപ്പോൾ ക്രോസ് ചെയ്തെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് സൊല്യൂഷനിലേക്ക് വരാം. ഓക്കെ, എന്ത് വരും? y ഇൻറ്റു e raised to 2x -1 ഈക്വൽ ടു e raised to 2x plus 1. ദിസ് ഇംപ്ലൈസ് എന്താണ്? y ഇൻറ്റു e raised to 2x minus y is equal to e raised to 2x plus 1. e raised to 2x ഉള്ളവരെ ഒരുമിച്ച് കൊണ്ടുവരാം. y ഇൻറ്റു e raised to 2x minus e raised to 2x ഈക്വൽ ടു -y അപ്പുറം പോയാൽ y വരും പ്ലസ് 1. സോ e raised to 2x ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി y minus 1 is equal to y plus 1. അവിടുന്ന് e raised to 2x എന്ത് കിട്ടും? y plus 1 ഡിവൈഡഡ് ബൈ y minus 1. ഓക്കെ ആണല്ലോ? രണ്ട് സൈഡിലും ലോഗ് എടുക്കാം. log e raised to 2x is equal to log y plus 1 divided by y minus 1. ഓക്കെ, log a raised to n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക്? n log a ആണെന്ന് അറിയാം. log a raised to n എന്ന് പറഞ്ഞാൽ n log a ആണ്. അപ്പോൾ അത് പ്രകാരം log e raised to 2x എന്ന് പറഞ്ഞാൽ 2x നേരെ താഴെ വരും. 2x ഇൻറ്റു log e എന്ന് വരും. log e 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു log y plus 1 divided by y minus 1.
ലോഗ് ഈ 1 ആയിട്ട് പോയി. ഓക്കെ, ബാക്കി എന്ത് വരും? 2x ആണിത്, അവിടുന്ന് x എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു ലോഗ് y പ്ലസ് 1 ഡിവൈഡഡ് ബൈ y മൈനസ് 1. ഓക്കെ, ഇത് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ രൂപത്തിൽ എഴുതാം. എഫ് ഇൻവേഴ്സ് ഓഫ് y ആണിത്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലോ ഹാഫ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ടു ദ ബേസ് സി. നാച്ചുറൽ ലോഗരിതം അല്ല, ഇത് കോമൺ ലോഗരിതം ആയതുകൊണ്ട് ടു ദ ബേസ് സി ആണ്. സോ ഹാഫ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 ടു ദ ബേസ് സി. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക അല്ലേ. ഹാഫ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ടു ദ ബേസ് ഇ. ഓപ്ഷൻ സി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 8ാമത്തെ ചോദ്യം നോക്കോളൂ. A is equal to set xyz, B is equal to set 1 to number of relations from A to B. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിൻ്റെ എണ്ണം എന്താണ്? പഠിച്ചു വെക്കണേ. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഒരു സെക്കൻഡ് മാർഗമാക്കിയെന്ന ക്വസ്റ്റൻ ആണ്. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ 2 raised to n of a into n of b ആണ്. 2 raised to എക്കകത്ത് 3 എലമെൻറ്റ്സ്, ബിക്കകത്ത് 2 എലമെൻറ്റ്സ്. 2 raised to 6. 2 ക്യൂബിൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ 64. ഓപ്ഷൻ എ 64 ഇസ് ദ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 8ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. Area bounded by the curve y is equal to sin x between x equal to 0 and x equal to 2 pi and x axis എന്നുള്ളതാണ് ചോദ്യം. നോക്ക്, 0 മുതൽ 2 പൈ വരെ ഒരിക്കലും സൈൻ എക്സിനെ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യരുത്, ആൻസർ 0 ആയി പോകും. പക്ഷേ സൈൻ എക്സ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം, ശരിയല്ലേ? ഇപ്പോൾ 0 to 2 പൈ, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, പൈ 2 പൈ, ഇവിടെ പൈ ബൈ 2. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കുക. സൈൻ ആണെങ്കിലും ശരി, കോസ് ആണെങ്കിലും ശരി, പൈ ബൈ 2 വരെയുള്ള ഏരിയ, 0 to പൈ ബൈ 2 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ളത് ഒരു ക്വാഡ്രന്റിൽ അവിടെ 1 യൂണിറ്റ് ആണ്. ബാക്കിയുള്ളത് സിമെട്രിക് ആയിട്ടാണല്ലോ വരിക. അപ്പോൾ ബാക്കി ഈ പോർഷൻ്റെ ഏരിയയും 1 യൂണിറ്റ് ആയിരിക്കും. അതായത് ഒരു ഫുൾ സൈക്കിൾ എടുത്താൽ അവിടെ 2 യൂണിറ്റ് ആണ്. ഫുൾ സൈക്കിൾ അല്ല, അതിൻ്റെ പകുതിയാണ്. ഇവിടം വരെ ഫസ്റ്റ് ഇവിടം വരെ, ഇവിടെ തുടങ്ങി 0 തുടങ്ങി പൈ വരെ 2 യൂണിറ്റ് ആണ്. ഇവിടെ 1 യൂണിറ്റ് വരും, അതേപോലെ ഇപ്പുറത്ത് 1 യൂണിറ്റ് വരും. ഓക്കെ, അപ്പം മൊത്തത്തിൽ 0 മുതൽ 2 പൈ വരെ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് ഏരിയ കിട്ടുക, 4 സ്ക്വയർ യൂണിറ്റ്സ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 0 to പൈ വരെ സൈൻ എക്സിനെയും പൈ ടു 2 പൈയിൽ മൈനസ് സൈൻ എക്സിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ, സൈനും കോസും നിങ്ങൾക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും നമുക്ക് വെറുതെ സമയം കളയണ്ട എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്ക് പൈ ബൈ 2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി, 1 യൂണിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് വെച്ചിട്ട് എവിടം വരെയാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ആൻസർ എഴുതാം. പൈ വരെയാണ് ചോദിക്കുന്നതെങ്കിൽ 2 വരും ആൻസർ, 3 പൈ ബൈ 2 വരെയാണ് ചോദിക്കുന്നതെങ്കിൽ 3 വരും, 2 പൈ വരെയാണ് ചോദിക്കുന്നതെങ്കിൽ 4 വരും. ഓക്കെ, 0 to പൈ ബൈ 2 നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ജസ്റ്റ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അവിടെ. അപ്പോൾ അവിടെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. 0 to പൈ ബൈ 2 സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വേണമെങ്കിൽ അത് 1 ആണോ എന്ന് നോക്കിയോളൂ. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഓവർ ദ ലിമിറ്റ് 0 to പൈ ബൈ 2, മൈനസ് മാറ്റി നിർത്തിയാൽ കോസ് 90 0 മൈനസ് കോസ് 0 1, മൈനസ് ഓഫ് മൈനസ് 1 കിട്ടും. ഓക്കെ, 9ാമത്തെ ചോദ്യം ക്ലിയർ ആണല്ലോ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ഒരു ലിമിറ്റ് ഇവാലുവേഷൻ ആണ് ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. നേരിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1 മൈനസ് കോസ് 0 ബൈ 0 സ്ക്വയർ, 1 മൈനസ് കോസ് 0 1, 0 സ്ക്വയർ 0, 1 മൈനസ് 1 0 ബൈ 0. 0 ബൈ 0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് അല്ലേ? ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കണം. ആ റൂളിനെ വിളിക്കുന്ന പേരെന്താണ്? എൽ ഹോസ്പിറ്റൽസ് റൂൾ. ലോപ്പിത്താൽ എന്നാണ് നമ്മൾ പറയേണ്ടത്, ലോപ്പിത്താൽ റൂൾ എന്നാണ് പറയേണ്ടത്. നമ്മൾ സ്പെല്ലിംഗ് പ്രകാരം എൽ ഹോസ്പിറ്റൽസ് എന്ന് എഴുതും. ഓക്കെ, നോക്ക്,
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് സ്ക്വയർ. എന്താണ് ലോപിത്താൽ റൂൾ പറയുന്നത്? ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ സെപ്പറേറ്റ്ലി എന്നുള്ളത് അടിവരയിട്ട് പഠിക്കണം. ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ് എന്നുള്ളതാണ് റൂള് അല്ലേ. എപ്പോഴാണോ ഇൻഡിറ്റർമിനേറ്റ് ഫോം ഇല്ലാണ്ടായി വരുന്നത് അന്നേരം വരെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ലിമിറ്റ് കൊടുക്കണം. അതിനെയാണ് ലോപിത്താൽസ് റൂൾ എന്ന് പറയുന്നത്. നോക്കുക, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയറിൻ്റെത് 2x. സോ എന്ത് വരും? 1/2 ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് വരും. ഇത് നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന റിസൾട്ടാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു 1 ആൻസർ ഹാഫ് വരും. ഓക്കെ, ഇന്നേ കേസ് ആ റിസൾട്ട് അറിയത്തില്ലെങ്കിലും എഗെയിൻ എൽ ഹോസ്പിറ്റൽസ് എടുത്താൽ മതി. ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ സൈൻ 0 0/0 എന്ന് വരും. വീണ്ടും ഇൻഡിറ്റർമിനേറ്റ് വരും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സും എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. കോസ് 0 1 വരും. ഹാഫ് ഇൻറ്റു 1 ഹാഫ് തന്നെ കിട്ടും ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ. 11ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ സ്കില്ല് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കണം. കാരണം ഇത് കഴിഞ്ഞ HST എക്സാമിനും സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇങ്ങനെ ഈ ടൈപ്പ് വരുന്ന സിംപ്ലിഫിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എക്സ് റൈസ് ടു 4 പ്ലസ് 1/x⁴ 194 ആണെങ്കിൽ x³ പ്ലസ് 1/x³ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാം. എക്സ് റൈസ് ടു 4 പ്ലസ് 1/x⁴ എന്ന് പറയുന്നത് 194 ആണ്. സോ എക്സ് റൈസ് ടു 4നെ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. 1/x⁴ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ഞാൻ ഇവിടെ ഒരു 2 ആഡ് ചെയ്യുന്നു. 194ൻ്റെ അവിടെയും ഒരു 2 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് a² പ്ലസ് b² പ്ലസ് 2ab ഫോർമാറ്റ് ആണ്. 2 ഇൻറ്റു ab എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിനെ 1/x² കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടുമല്ലോ. അപ്പോൾ 2 മാത്രം മതി. ആക്ച്വലി അപ്പോൾ ഇത് എന്തായി? x² പ്ലസ് 1/x² ദ ഹോൾ സ്ക്വയർ ആണ് അല്ല. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ x² സ്ക്വയർ പ്ലസ് 1/x² സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു x² ഇൻറ്റു 1/x² 2 വരും അല്ലേ. 194 രണ്ടും കൂട്ടിയാൽ 196. ഇവിടുന്ന് എന്ത് കിട്ടും? x² പ്ലസ് 1/x² കിട്ടും. 196ൻ്റെ റൂട്ട് എത്രയാണ്? 14. ഇനി വീണ്ടും രണ്ട് സൈഡിലും 2 കൂട്ടുക. x² പ്ലസ് 1/x² പ്ലസ് 2 എന്ന് പറയുന്നത് 14 പ്ലസ് 2 വരും. ഇപ്പോൾ ലെഫ്റ്റിൽ കാണുന്ന സാധനം എന്താണ്? ഇത് x പ്ലസ് 1/x ഹോൾ സ്ക്വയർ ആണ്. ശരിയല്ലേ? x² പ്ലസ് 1/x² പ്ലസ് 2ab 2 ഇൻറ്റു x ഇൻറ്റു 1/x 2 ആണ് കിട്ടുക. 14 രണ്ടും കൂട്ടി 16. അപ്പോൾ ഇവിടുന്ന് x പ്ലസ് 1/x കിട്ടും. 16ൻ്റെ റൂട്ട് എത്രയാണ്? 4. ഓക്കെ, നമ്മളോട് ആവശ്യപ്പെടുന്ന x³ പ്ലസ് 1/x³ ആണ്. x³ പ്ലസ് 1/x³ ഇസ് ഈക്വൽ ടു ഇതെന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? x പ്ലസ് 1/xനെ ഒന്ന് ഹോൾ ക്യൂബ് എടുക്കുന്നു. x പ്ലസ് 1/x 4 നമ്മുടെ കയ്യിലുണ്ട്. x പ്ലസ് 1/x 4 നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ ഒന്ന് ഹോൾ ക്യൂബ് എടുക്കുന്നു രണ്ട് സൈഡിലും. ഇതെന്ത് വരും? a പ്ലസ് ബി ഹോൾ ക്യൂബ് എക്സ്പാൻഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? a പ്ലസ് ബി ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു a³ പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b³ ആണ്. ഓക്കെ, a³ മൈനസ് b³ ഇതിനോടൊപ്പം തന്നെ പഠിച്ചു വെച്ചോളൂ. a³ മൈനസ് b³ എന്ന് പറഞ്ഞാലോ a മൈനസ് ബി ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b² ആണ്. രണ്ടും പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് കേട്ടോ. ഇപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക? x പ്ലസ് 1/x ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x³ പ്ലസ് 3x² ഇൻറ്റു 1/x പ്ലസ് 3x ഇൻറ്റു 1/x² അല്ലേ. a² പ്ലസ് 3a² a³ പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b³ അതായത് 1/x³ ഇസ് ഈക്വൽ ടു 4³ എത്രയാണ്? 64. നോക്ക്, അപ്പോൾ ഇവിടുന്ന് x³ 1/x³ നമുക്ക് ഒരുമിച്ചാക്കാം. x³ പ്ലസ് 1/x³ പ്ലസ് ഇവിടെ ഒരു സ്ക്വയറും എക്സും കെട്ട് എക്സും സ്ക്വയറും കെട്ട്. ബാക്കി ഒരു എക്സ് അവിടുന്ന് പുറത്തെടുക്കാം. 3 അവിടുന്ന് പുറത്തെടുക്കാം. ശരിയല്ലേ? 3 പുറത്തെടുത്താൽ ബാക്കി എന്താണ് വരിക? ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. 3 പുറത്തെടുത്താൽ ബാക്കി എക്സ് പ്ലസ് 1/x എന്ന് വരും. ഇസ് ഈക്വൽ ടു 64. ഓക്കെ ആണേ. സോ അതായത് x³ പ്ലസ് 1/x³
പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1/xന് പകരം നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂ എക്സ് പ്ലസ് 1/x എന്താണ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇസ് ഈക്വൽ ടു 64. അവിടുന്ന് എക്സ് ക്യൂബ് പ്ലസ് 1/x³ മാത്രമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു 4 അപ്പുറം കൊണ്ട് മൈനസ് ചെയ്താൽ മതി. ശരിയല്ലേ? ഓൾറെഡി 64 ഉണ്ട്, -12 വരും ഇസ് ഈക്വൽ ടു 52. ശരിയാണല്ലോ? 64 - 12 52 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? 4 നിന്ന് 2 കുറച്ച് 2, 6 നിന്ന് 1 കുറച്ച് 5, 52 ഉണ്ടോ നോക്കിയ ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ സി 52 വരും ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 12ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു ലിമിറ്റ് ഇവാലുവേഷൻ ആണ് ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എം എക്സ് ബൈ 1 മൈനസ് കോസ് എൻ എക്സ്. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. റിസൾട്ട് m²/n² ആണ് ആൻസർ വരിക. ഇത് ഡയറക്ട്ലി കുറേ ചോദിച്ചിട്ടുള്ളതാണ് പലപ്പോഴായിട്ട്. ഇതിപ്പം ഡയറക്ട്ലി ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എൽ ഹോസ്പിറ്റൽസ് റൂളാണ്. 1 മൈനസ് കോസ് 0 ബൈ 1 മൈനസ് കോസ് 0 1 ആണ് കേട്ടോ. 1 മൈനസ് 1 ബൈ 1 മൈനസ് 1 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് കിട്ടുക. സോ എൽ ഹോസ്പിറ്റൽസ് എടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ 1 മൈനസ് കോസ് എക്സ് 2 sin² x/2 എന്നുള്ള റിസൾട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഡയറക്റ്റ്ലി എൽ ഹോസ്പിറ്റൽ എടുത്താൽ മതി എന്തായാലും. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് റിസൾട്ട് പഠിക്കേണ്ട, എല്ലാത്തിനും കൂടെ ഒറ്റ റിസൾട്ട് എൽ ഹോസ്പിറ്റൽ. 0യുടെ ഡെറിവേറ്റ് 1ൻ്റെ ഡെറിവേറ്റീവ് 0, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എം എക്സ് ഇൻറ്റു എം എക്സിൻ്റെ ഡെറിവേറ്റീവ് എം ഡിവൈഡഡ് ബൈ 1ൻ്റെ ഡെറിവേറ്റീവ് 0, കോസിൻ്റെത് മൈനസ് സൈൻ എൻ എക്സ് ഇൻറ്റു എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എൻ. ഓക്കെ, സോ എന്തുവരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 m/n വേണമെങ്കിൽ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്ത് നിർത്താം. m/n പുറത്തെടുത്താം. m/n ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എം എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എൻ എക്സ്. വീണ്ടും 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. സോ m/n ഇൻറ്റു എൽ ഹോസ്പിറ്റൽ എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എം എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എം എക്സ്, എം എക്സിൻ്റെ ഡെറിവേറ്റീവ് എം, സൈൻ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എൻ എക്സ്, എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എൻ. ഓക്കെ, ഇപ്പോൾ m²/n² വരും പുറത്ത്. ഇനി കോസ് 0 1, താഴെ കോസ് 0 1, സോറി കോസ് 0 1. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായി? m²/n² ആയി. ശരിയായല്ലോ? ഫൈനൽ ആൻസർ എന്താണ്? m²/n². ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എം എക്സ് ബൈ 1 മൈനസ് കോസ് എൻ എക്സ്. നമ്മൾ കുറച്ച് റിസൾട്ടുകൾ പഠിക്കുമല്ലോ. ഇപ്പോൾ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഇസ് ഈക്വൽ ടു 1. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 ടാൻ തീറ്റ ബൈ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്ന റിസൾട്ടുകളാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ബൈ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. അതേപോലെ ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എം എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എൻ എക്സ് ഇസ് ഈക്വൽ ടു m²/n². പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാം. വെറുതെ ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട് എക്സാമിന്. അതൊരെണ്ണം നോക്കി വരാമെങ്കിൽ 12 13 നോക്കിക്കേ. 13 ഓക്കെ, യെസ് ദിസ് വൺ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ആൻസർ ചെയ്തോ, നമുക്ക് പിന്നീട് നമ്പർ ചെയ്ത് വരാം. ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരാം. ഇതിൻ്റെ ആൻസർ ഡയറക്ട്ലി 1 മൈനസ് കോസ് എക്സ് ബൈ 1 മൈനസ് കോസ് 3x 1² 1/9 ഒറ്റ നോട്ടത്തിൽ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ലേ? യെസ്, സിമിലർ ഒരു ക്വസ്റ്റ്യൻ തണ്ടി നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് 5x ബൈ 1 മൈനസ് കോസ് 6x 5² 6² 25 ഡിവൈഡഡ് ബൈ 36. ആൻസർ പെട്ടെന്ന് കിട്ടിപ്പോകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 13ാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു ബി എക്സ് ബൈ എക്സ്. ഓക്കെ, നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ ഇ റൈസ് ടു 0 മൈനസ് ഇ റൈസ് ടു 0/0 1 മൈനസ് 1/0 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇപ്പോൾ തീർച്ചയായിട്ടും എൽ ഹോസ്പിറ്റൽസ് റൂൾ എടുക്കേണ്ടി വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എ, ഇ റൈസ് ടു ബി എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു ബി എക്സ് ഇൻറ്റു ബി ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി ലിമിറ്റ് കൊടുക്കാം. എ ഇ റൈസ് ടു 0 മൈനസ് ബി ഇ റൈസ് ടു 0. ആൻസർ എന്ത് വരും? എ മൈനസ് ബി. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് ഓഫ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 റൈസ് ടു എക്സ് മൈനസ് 1.
നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ് 1 + 0 കോസ് 1 വരും. ശരിയല്ലേ? കോസ് 1 ഡിവൈഡഡ് ബൈ 2⁻0 - 1. കോസ് 1 0 ആണ്, 2⁻0 1 ആണ്, -1 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം വരും. അപ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് എടുക്കണം. ലിമിറ്റ് x ടെൻസ് ടു 0, ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x ഡിവൈഡഡ് ബൈ 2x-ൻ്റെത് 2x log 2 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ലിമിറ്റ് കൊടുക്കുക. 1 ഡിവൈഡഡ് ബൈ 1 + 0 1 വരും, 2⁻0 ഇൻറ്റു log 2 എന്ന് വരും. ഓക്കെ, 2⁻0 1 വരും, 1/log 2 വരും. ഓക്കെ, 1നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് log e എന്ന് കൊടുക്കാം. log e/log 2 എന്ന് വരും. log a ഡിവൈഡഡ് ബൈ log b എന്ന് പറഞ്ഞാൽ എന്താ? log a⁴b ആണ് അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു log e⁴2. log a/log b എന്ന് പറയുന്നത് log a⁴b ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ് കേട്ടോ. അപ്പോൾ log 1നെ log e എന്ന് എഴുതാം /log 2, എന്നിട്ട് log a/log b log a⁴b. അപ്പോൾ log e⁴2. ഓപ്ഷൻ ബി ആണ് ആൻസർ വരും. ഓക്കെ ആണല്ലോ? 14ാമത്തെ ചോദ്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 15ാമത്തെ ചോദ്യം. ലിമിറ്റ് x ടെൻസ് ടു 0 sin 3x ഡിവൈഡഡ് ബൈ sin 5x. 3/5 ആണ് അല്ലേ? യൂണിവേഴ്സൽ ക്വസ്റ്റ്യൻസ് ആണ്, സ്ഥിരം കാണുന്നതാണ്. sin ax ബൈ sin bx a/b ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ലിമിറ്റ് x ടെൻസ് ടു 0 sin ax ഡിവൈഡഡ് ബൈ sin bx വരികയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? a/b ആയിരിക്കും. സോ sin 3x ബൈ sin 5x ആണെങ്കിൽ ഓപ്ഷൻ എ 3/5 ആണ് നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റെപ്പുകൾ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ലിമിറ്റ് x ടെൻസ് ടു 0 sin 3x ബൈ 3x ഇൻറ്റു 3x വരും ബാലൻസ് ചെയ്യാൻ. ഇവിടെ sin 5x ഡിവൈഡഡ് ബൈ 5x അത് ബാലൻസ് ചെയ്യാൻ ഇൻറ്റു 5x വരും. sin θ ബൈ θ പ്രകാരം 1 ആവും, ഇതും 1 ആവും sin θ ബൈ θ. അപ്പോൾ ഇവിടെ x കട്ടായാൽ ബാക്കി 3/5 ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റെപ്പൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി ആൻസർ എഴുതാവുന്നേ ഉള്ളൂ. 16ാമത്തെ ചോദ്യം നമ്മൾ ആൻസർ ചെയ്തു, റിസൾട്ട് പ്രകാരം ആൻസർ ചെയ്തു അല്ലേ? 1 - cos ax ബൈ 1 - cos bx. ലിമിറ്റ് x ടെൻസ് ടു 0 ആണെങ്കിൽ ആൻസർ എന്താണ്? a² ബൈ b² ആണ് ആൻസർ. ഓക്കെ, സോ എന്താണ്? 1/9 വരും. അതേപോലെ 17ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ലിമിറ്റ് x ടെൻസ് ടു 0 1 - cos 5x ബൈ 1 - cos 6x. 5² ബൈ 6². 25 ഡിവൈഡഡ് ബൈ 36. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 18ാമത്തെ ചോദ്യം. ലിമിറ്റ് x ടെൻസ് ടു 0 e⁻sin x -1 ഡിവൈഡഡ് ബൈ x. നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ e⁻sin 0 0 -1/0 e⁻0 1 - 1/0 ആൻസർ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. സോ ലിമിറ്റ് x ടെൻസ് ടു 0 e⁻sin x ഡെറിവേറ്റീവ് e⁻sin x ഇൻറ്റു sin x ഡെറിവേറ്റീവ് cos x -1ൻ്റെ ഡെറിവേറ്റീവ് 0 x ഡെറിവേറ്റീവ് 1. ഓക്കെ, സോ ഇവിടെ ലിമിറ്റ് കൊടുക്കുക e⁻sin 0 ഇൻറ്റു cos 0. e⁻sin 0 0 ആണ്, cos 0 1 ആണ്, e⁻0 1 ആണ്, ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1. ഓപ്ഷൻ എ 1 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, 19ാമത്തെ ചോദ്യം നോക്കോളൂ. രണ്ട് പ്ലെയിൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ്. 2x - y + z is equal to 6 ആൻഡ് x + y + 2z is equal to 3. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് cos θ is equal to എന്താണ്? എക്സ് വൈ ഇസഡിൻ്റെ കോയിഫിഷ്യൻസിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം അല്ലേ? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഡിവൈഡഡ് ബൈ റൂട്ട് a1² പ്ലസ് b1² പ്ലസ് c1² ഇൻറ്റു റൂട്ട് a2² പ്ലസ് b2² പ്ലസ് c2². ഇതാണ് കോസ് തീറ്റയുടെ ഫോർമുല. മുകളിൽ മോഡുലസ് ഒന്നും വേണ്ട കേട്ടോ, ഡിസ്റ്റൻസ് അല്ലല്ലോ, ആംഗിൾ അല്ലേ. a1 a2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ റൂട്ട് 4 പ്ലസ് 1 പ്ലസ് 1 റൂട്ട് 1 പ്ലസ് 1 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 2 - 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ എന്ത് വരും? റൂട്ട്
6 ഇൻറ്റു റൂട്ട് 6 ഇസ് ഈക്വൽ ടു 2 2 4, 4 1 കുറച്ച് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 6 ഇൻറ്റു റൂട്ട് 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, സോ ഇത് കട്ട് ചെയ്താൽ 1/2 കിട്ടും. അതായത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1/2. കോസിന് ഏത് ആംഗിളാണ് 1/2 വരുന്നത്? കോസ് 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3. ഓപ്ഷൻ സി π/3 ആണ് ആൻസർ വരും. ഓക്കെ ആണല്ലോ. കോയിഫിഷ്യൻസ് ആണ് കേട്ടോ. ഇതാണ് A1 B1 C1, ഇത് A2 B2 C2 കോയിഫിഷ്യൻസ് ആണേ. പ്ലെയിൻ്റെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? A1x + B1y + C1z is equal to D1. അതാണ് ഒരു പ്ലെയിനിൻ്റെ ജനറൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ രണ്ട് പ്ലെയിനിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. ഫോർമുല നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 20. The equation of the perpendicular bisector of the straight line joining the points 2, 3 and 1, 2. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. രണ്ട് പോയിന്റുകളാണ് 2, 3 1, 2. ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുന്ന ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ തുല്യ ഹാഫിലായിരിക്കും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് ഈ രണ്ട് പോയിന്റുകളുടെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് എടുക്കാമല്ലോ. മിഡ് പോയിന്റ് ഫോർമുല എന്താണ്? x1 + x2/2, 2 + 1 3/2, 3 + 2 5/2. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ്. ഓക്കെ, ഇത് x1 y1, ഇത് x2 y2 ആണെങ്കിൽ മിഡ് പോയിന്റ് ഫോർമുല എന്താണ്? x1 + x2/2 ആൻഡ് y1 + y2/2 ആണ് മിഡ് പോയിന്റ് ഫോർമുല. ഓക്കെ, ഇപ്പോൾ മിഡ് പോയിന്റ് കിട്ടി. ഇനി ഈ പോയിന്റ് സാറ്റിസ്ഫൈ ആവുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. അതൊരു വഴിയാണ്. ചിലപ്പോൾ ബാക്കിയുള്ള എല്ലാം പോയി കിട്ടിയാൽ ഒരെണ്ണം നമുക്ക് കൺഫേം ചെയ്യാം. ചിലപ്പോൾ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വേറെയും ലൈൻസ് ഉണ്ടാവുമല്ലോ. അപ്പം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നേരിട്ട് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. നോക്കാം. സോ ഇനിയിപ്പോൾ എന്ത് വേണം നമുക്ക്? ഈ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പും കൂടെ കിട്ടിയാൽ പോയിന്റ് സ്ലോ ഫോം വെച്ചിട്ട് ഇക്വേഷൻ എടുക്കാം. സ്ലോപ്പ് കിട്ടാൻ എളുപ്പമാണല്ലോ. സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? m is equal to y2 - y1 / x2 - x1. സ്ലോപ്പ് റിലേറ്റഡ് 5 പോയിന്റുകളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ് സ്ലോപ്പിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. ടാൻജന്റ് ഓഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് മെഷർഡ് ഇൻ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. m is equal to tan θ എന്ന് പറഞ്ഞ ഇക്വേഷൻ. പിന്നെ ഓർത്തിരിക്കേണ്ടത് രണ്ട് ലൈൻസ് പാരൽ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. രണ്ട് പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ y2 - y1 / x2 - x1. പിന്നെ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് ലൈനിനിടയിലുള്ള ആംഗിളും സ്ലോപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ. m1 എന്ന് പറയുന്നത് ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പും m2 എന്ന് പറയുന്ന രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പും ആണെങ്കിൽ tan θ is equal to modulus of m2 - m1 / 1 + m1 m2. The relation connecting angle between two lines and their slopes. അത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും കിട്ടുക. അതിനെ 180 - θ എടുത്താൽ ഒബ്റ്റ്യൂസും കിട്ടും. അപ്പോൾ രണ്ട് ആംഗിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ രണ്ട് ലൈൻസിനിടയിൽ. ഒന്ന് അക്യൂട്ടും ഉണ്ടാവും, മറ്റൊന്ന് ഒബ്റ്റ്യൂസും ഉണ്ടാവും. അപ്പോൾ ഈ 5 പോയിന്റ്, ഇപ്പോൾ ഞാൻ പരാമർശിച്ച 5 പോയിന്റുകളാണ് സ്ലോപ്പിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലെ ഒരു പോയിന്റാണ്. രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? y2 - y1 / x2 - x1, that is 2 - 3 divided by 1 - 2. 2 - 3 -1 ആണ്, 1 - 2 -1 ആണ്. എന്ത് കിട്ടി? 1 കിട്ടി. ക്ലിയർ ആണല്ലോ. സോ ഈ ലൈനിൻ്റെ സ്ലോപ്പ് 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? 1ൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് റെസിപ്രോക്കൽ. 1 റെസിപ്രോക്കൽ എടുത്താൽ 1/1 1 തന്നെയാണ്. ആൻസർ -1 വരും. ഓക്കെ, അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആണ്. പെർപെൻഡിക്കുലർ ലൈൻ കടന്നു പോകുന്ന പോയിന്റും ഉണ്ട്. പോയിന്റും സ്ലോപ്പും ഉണ്ടെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്താണ് പോയിന്റ് സ്ലോപ്പ് ഫോം? y - y0 is equal to m × x - x0. സോ y - y0 5/2 is equal to m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് -1 × x - x0 എന്താണ്? 3/2. അതായത് 2y - 5/2 ഈക്വൽ ടു മൈനസ് ഓഫ് 2x - 3/2. ഓക്കെ ആണേ. 2 കട്ട് ചെയ്യാം.
2y മൈനസ് 5 ഇസ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 3. അതായത് 2x പ്ലസ് 2y മൈനസ് 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. അതായത് 2x പ്ലസ് 2y മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. ഒരു 2 കൊണ്ട് കട്ട് ചെയ്താൽ എക്സ് പ്ലസ് വൈ മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ് പ്ലസ് വൈ മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. ശരിയല്ലേ? എക്സ് പ്ലസ് വൈ മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 2, 3 ആൻഡ് 1, 2 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? യെസ്. 21ാമത്തെ ചോദ്യം നോക്കോളൂ. ഈ ചോദ്യം കൂടെ ചെയ്ത് അവസാനിപ്പിക്കാം. നോക്ക്. ദ ലോവസ്റ്റ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ വിത്ത് റിയൽ കോയിഫിഷ്യൻസ് ഹാവിംഗ് റൂട്ട്സ് 2, -3, 2+i ആൻഡ് 1+i. ഒരിക്കലും 4ലേക്ക് പോകരുത്, 4 റൂട്ട്സ്. അപ്പം റൈസ് ടു 4 ആണെങ്കിൽ 4 റൂട്ട്സ് ഉണ്ടാവും. ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കോംപ്ലക്സ് റൂട്ട് 4 റൂട്ട് ഉണ്ടെങ്കിൽ റൈസ് ടു 4 ആണെന്ന് ഉടനെ വിചാരിക്കരുത് കേട്ടോ. ഒരു കോംപ്ലക്സ് റൂട്ട് ഉണ്ടെങ്കിൽ ആ കോംപ്ലക്സ് റൂട്ടിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും റൂട്ടായിരിക്കും എന്ന് പറഞ്ഞു. കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടാണ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ 2 റൂട്ടാണ് -3 റൂട്ടാണ്, ഒബ്വിയസ്ലി ഓക്കെ, അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. 2+i റൂട്ടാണെങ്കിൽ എടാ മക്കളെ 2 - iയും ഓൾറെഡി റൂട്ടാണെന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. ശരിയല്ലേ? 1+i റൂട്ടാണെങ്കിൽ 1 - iയും റൂട്ടാണെന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. ഒരു റൂട്ട് ഉണ്ടെങ്കിൽ, ഒരു കോംപ്ലക്സ് റൂട്ട് ഉണ്ടെങ്കിൽ ആ കോംപ്ലക്സ് റൂട്ടിന്റെ കോൺജുഗേറ്റും റൂട്ടായിരിക്കും. ഇപ്പം മൊത്തം എത്ര റൂട്ടായി? 1, 2, 3, 4, 5, 6 റൂട്ടുകളുണ്ട്. അപ്പോൾ ഒരു 6th ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിലേ 6 റൂട്ട് വരുള്ളൂ. ശരിയല്ലേ? അപ്പം എന്തായിരിക്കും? ലോവസ്റ്റ് ഡിഗ്രി, ഏറ്റവും മിനിമം ഡിഗ്രി 6 റൂട്ട് ഉണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം എന്തായിരിക്കണം? മിനിമം എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ചില കേസിലൊക്കെ ഈക്വൽ റൂട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു റൂട്ട് നമ്മൾ എണ്ണില്ലല്ലോ. അപ്പം ലോവസ്റ്റ്, ഏറ്റവും 6 റൂട്ട് ഉള്ളത് കൊണ്ട് മിനിമം അതിൻ്റെ പവർ എന്തായിരിക്കണം? 6 ആയിരിക്കണം. ദ ലോവസ്റ്റ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഷുഡ് ബി 6. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ് യൂസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇതേപോലെ നമുക്ക് പരമാവധി ക്ലാസ്സുകൾ എക്സാമിന് മുൻപായിട്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള ഏരിയാസൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. വഴിയെ നമുക്ക് നോക്കാം. അണ്ടിൽ ദെൻ ബൈ ബൈ.